ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഞാനീ പറയുന്ന 5 ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടാൽ ഉറപ്പാണ് നിങ്ങൾക്ക് ശത്രുദോഷം നിങ്ങളെ പിടികൂടിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് പണി വന്നിട്ടുണ്ട്. ഒട്ടും വിഷമിക്കേണ്ട, നമുക്കത് തിരിച്ചുവിടാം. വന്ന പണി വന്ന പോലെ തന്നെ തിരിച്ചുവിടാം. അങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി. ഞാൻ ആ കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. ശത്രുദോഷം അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തികളുടെ ദോഷം, പിന്നെ ദുഷ്ടശക്തികളിൽ നിന്നുള്ള നെഗറ്റീവ് എനർജികൾ, ഏതു തരത്തിലുള്ള നമുക്കെതിരെ വരുന്ന ദൃശ്യവും അദൃശ്യവുമായ ശത്രുദോഷങ്ങളെയും നമുക്ക് ശത്രുദോഷം വന്നിട്ടുണ്ടോ എന്നറിയാൻ ചില ലക്ഷണങ്ങളുണ്ട്. അത് ഞാൻ പറയുന്നുണ്ട്, ഒരു 5 ലക്ഷണങ്ങൾ. അപ്പം അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശത്രുദോഷം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, പണി വന്നിട്ടുണ്ട്, നമുക്ക് അത് തിരിച്ചുവിടാം. ഒട്ടും സമയം വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്കത് തിരിച്ചുവിടാനുള്ള ഒരു രഹസ്യമായ ഒരു ചെറിയ ഒരു വിദ്യയുണ്ട്. അപ്പം ഞാൻ എല്ലാം നല്ല കാര്യങ്ങളെ പറഞ്ഞുതരാം. ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണാൻ ശ്രമിക്കണം. കാരണം കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും അത് കാര്യമുണ്ട്. ഞാൻ വെറുതെ ഒരു കാര്യം പറയത്തില്ല, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഈശ്വരാനുഗ്രഹമുള്ള ഒരു 10, 15, 20, 25 മിനിറ്റ് ആയിരിക്കും. അത് എത്രയാണേലും ഭഗവാൻ തൊട്ട് അനുഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞുതരാൻ പോകുന്നത്. എത്രയോ ജന്മങ്ങളായിട്ട് എത്രയോ ഈശ്വരനെ വിളിച്ചിട്ട് ആ ഈശ്വരൻ പ്രസാദിച്ചെന്ന് വിചാരിച്ചാൽ മതി. ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടാൽ അത് നിങ്ങളാണ് ചെയ്യേണ്ടത്. അത് രഹസ്യങ്ങൾ പറഞ്ഞു തരിക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. ഇത് എല്ലാവർക്കും കാണാൻ സാധിക്കട്ടെ. മുഴുവൻ കാണണം, അതിനകത്ത് കാര്യമുണ്ട്. ഇപ്പം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. പിന്നെ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അതായത് ഇന്ന് ഞാൻ പുത്തൻകാവലമ്പലത്തിൽ പോയി. ഇന്ന് ഞായറാഴ്ചയാണ്. പുത്തൻകാവലമ്പലത്തിൽ പോയപ്പം ഞാൻ അവിടെ നിന്നപ്പം ഒരു അമ്മയെ കണ്ടു. അവർ ബോംബെയിൽ നിന്ന് വന്നതാണ്. അപ്പോഴെന്നോട് പറഞ്ഞു, നേരത്തെ ഇതുപോലെ പുത്തൻകാവലമ്പലത്തിൽ വന്നപ്പം എന്നെ കണ്ടു, അമ്പലത്തിൽ വെച്ച് കണ്ടപ്പം എന്നോടൊരു കാര്യം അവർ പറഞ്ഞായിരുന്നു. അപ്പുറം ഒരു ബോംബെയിൽ ഒരു ഫ്ലാറ്റ് വയ്ക്കാനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു. എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ അവിടെ നിന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. വെള്ളിയാഴ്ച രാവിലെ കുളിച്ചീറനോടെ പുത്തൻകാവിലമ്മയ്ക്ക് അറുനാഴി പായസം നേർന്ന് വിശ്വാസത്തോടെ അമ്മയെ വിളിക്കണം. എന്നിട്ട് തല ഓർത്തുക. പിന്നെ അതിനെക്കുറിച്ച് ഉടനെ ചിന്തിക്കരുത്. അപ്പം ഇത് നേർന്നു കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ നടന്നില്ലെങ്കിൽ വീണ്ടും നേരുക. കാര്യം നടന്നു കഴിയുമ്പോൾ ഒരു വെള്ളിയാഴ്ച പോയി അവിടെ അറുനാഴി പായസം ചെയ്യുക. അങ്ങനെ നേരാവുള്ളൂ. അപ്പം ഇത് വിശ്വാസത്തോടെ ചെയ്തവർക്കെല്ലാം ഫലം ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ എല്ലാവരോടും അനുഭവത്തിനനുസരിച്ച് ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. കാരണം അത് അച്ചട്ടാണ്. നമ്മുടെ മനസ്സങ്ങ് ചെന്നില്ലെങ്കിൽ അത് ഫലം ഉണ്ടാകത്തുമില്ല. അപ്പം അവരത് നേർന്നു, അവരുടെ ഫ്ലാറ്റ് വിറ്റു. അപ്പം ഇന്ന് അവർ പുത്തൻകാലമ്പലത്തിൽ വന്ന് എന്നെ കണ്ടു. ഒരുപാട് സന്തോഷം. അപ്പം എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ നേർന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ മനസ്സങ്ങ് ചെല്ലണം. അത് നടന്നിരിക്കും. അച്ചട്ടാണ്. വലിയ സന്തോഷം തോന്നി. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരികയാണ്. ഈ വരുന്ന ജൂലൈ 2-ാം തീയതി വ്യാഴാഴ്ച, ജൂലൈ 2 വ്യാഴാഴ്ച ഞാൻ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ്റെ ക്ഷേത്രത്തിൽ ഞാൻ ഉണ്ടാവും. ഞാനൊരു 7 മണിയാകുമ്പോൾ രാവിലെ അവിടെ വരും. വന്ന ഉടനെ ഭഗവാനെ കയറി കണ്ട് തൊഴുത് കഴിഞ്ഞ് ആ കുഞ്ചൻ തമ്പിയാർ മിഴാവിൻ്റെ ആ മണ്ഡപത്തിൻ്റെ അവിടെ ചിലപ്പോൾ ഞാൻ കാണും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും സൗകര്യമുള്ളവർ അവിടെ വരാൻ പറ്റുകയാണെങ്കിൽ, ആ സമയത്ത് ഞാൻ ചിലപ്പോൾ ഒരു 1/4 മണിക്കൂറേ അവിടെ കാണത്തുള്ളൂ, വരാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്നോട് ചോദിച്ചാൽ എനിക്കറിയാവുന്ന നല്ല കാര്യം പറഞ്ഞുതരാം. അതിന് ഫീസോ കാര്യങ്ങളൊന്നുമില്ല. ചോദിക്കുകയും ചെയ്യരുത്, ദക്ഷിണയും ചോദിക്കരുത്. കാരണം ഞാനിതുപോലെ ചിലപ്പോൾ അമ്പലപ്പുഴ ചെല്ലുമ്പോൾ ഞാൻ നേരത്തെ വീഡിയോ പറയാറുണ്ട്. ചിലപ്പോൾ തലേദിവസമാണ് പറയുന്നത്. അപ്പോൾ ഈ പാലക്കാട് നിന്നും പട്ടാമ്പിയിൽ നിന്നും മലപ്പുറത്തു നിന്നും ഒക്കെ ആളുകൾ പെട്ടെന്ന് ധൃതി വെച്ച് ഒരുങ്ങി ആണ് അവർ വെളുപ്പിനെ ആകുമ്പോഴത്തേനും അമ്പലപ്പുഴ എത്തിച്ചേരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം നേരത്തെ അങ്ങ് പറഞ്ഞതാണ്, ധൃതി ഒന്നും വെക്കാതെ സാവകാശം ഉണ്ടല്ലോ പോകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ സജ്ജീകരിക്കാൻ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ആവശ്യമുള്ളവർ അത് പ്രയോജനപ്പെടുത്തുക. അപ്പം ഞാനിനി വിശദമായിട്ട് വീഡിയോയിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെ വിശകലനം ചെയ്യുന്നത്.
നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല. ഇപ്പം ഇന്നലത്തെ വാട്സപ്പ് ഇന്ന് എടുത്തിട്ടില്ല, തിരക്കാണ്, പറ്റത്തില്ല. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഞാനതിന് റിപ്ലൈ തരും. പിന്നെ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന രീതി നിങ്ങളോട് പറയും. ഞാൻ നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ, ആ രീതി പറയും. കേട്ടിട്ട് ആവശ്യമുള്ളവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് ചെയ്യാതിരിക്കാം. പിന്നെ ധൃതി വെച്ചിട്ട് കാര്യമില്ല. മുൻഗണനാക്രമത്തിലായിരിക്കും ഡേറ്റ് കൊടുക്കുന്നത്. ആ ഡേറ്റിന് എന്നാലാവും നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. പിന്നെ അത്യാവശ്യം ഒരു കാര്യം അറിയാനുള്ളവർക്കാണെങ്കിൽ ഒരു കാര്യം ഇപ്പോൾ അത്യാവശ്യമുണ്ട്, ചുരുക്കി വോയിസ് ആയിട്ട് ഇട്ടാൽ ഞാനതിന് റിപ്ലൈ തരും. അതിന് ഫീസോ ദക്ഷിണയൊന്നുമില്ല. വിശദമായിട്ട് നോക്കുന്നതിന് ഒരു നിശ്ചിത ഫീസുണ്ട്, അത് ആവശ്യമുള്ളവർ ചെയ്യുക എന്നുള്ളൂ. അപ്പോൾ അതും സമയം ശരിക്കും ഇല്ല. ബുക്കിംഗ് എടുത്തിട്ട് പിന്നെ നമ്മൾ ഫ്രീ ആകുമ്പോഴാണ് ഒരു ഡേറ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞതേ ഉള്ളൂ, കാരണം ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സമയമില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്, ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പറഞ്ഞതേ ഉള്ളൂ സാഹചര്യം. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനി വീഡിയോയിലേക്ക് വരികയാണ്. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഭവമായിരിക്കും. ലക്ഷങ്ങൾ കൊടുത്താലും നിങ്ങൾക്ക് ആരും പറഞ്ഞു തരാത്ത, നിങ്ങളുടെ ഈ ജന്മത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരാൻ പോകുന്നത്. വീഡിയോ മുഴുവൻ കാണണമെന്ന് വീണ്ടും ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. അത് കാണുമ്പോൾ മനസ്സിലാവും അതിൽ കാര്യമുണ്ട്. അപ്പം നമുക്ക് തുടങ്ങാം. വെളിയിൽ നല്ല മഴയാണ്. മഴയാന്ന് പറയാൻ നല്ല ഒരു സന്തോഷമോ, പക്ഷെ മഴയാന്ന് പറയുമ്പോൾ അതിൻ്റെ സൈഡ് മറുവശങ്ങളുണ്ട്, ചിലപ്പം കറണ്ട് പോവാം. എന്തായാലും ഞാൻ തുടങ്ങുകയാണ്. വേൽ മുരുക. ഭഗവാന്റെ തുണയുണ്ടെങ്കിൽ കറണ്ടൊന്നും പോകത്തില്ല. ഏതായാലും നമുക്ക് എല്ലാം പറയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞാനേലും തുടങ്ങുകയാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നർപ്പം. അപ്പോൾ ഈ പറയുന്ന 5 ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളെ ശത്രുദോഷം പിടികൂടിയിട്ടുണ്ട്, പണി വന്നിട്ടുണ്ട്. അതിന് നിങ്ങൾ വേറെ തെറ്റായ കാര്യങ്ങളിലൊന്നും പുറകെ പോകേണ്ട കാര്യമില്ല. ലളിതമായിട്ട് നമുക്ക് വന്ന ശത്രുദോഷങ്ങളെ തിരിച്ചുവിടാം. അതിന് നല്ല രീതിയിൽ ചെയ്യാവുന്ന ലളിതമായ കാര്യമുണ്ട്, രഹസ്യവിദ്യ. അത് ഞാൻ പറഞ്ഞുതരാം, നല്ല കാര്യമാണ്. ആദ്യം ശത്രുദോഷങ്ങൾ നിങ്ങളിൽ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ള 5 ലക്ഷണങ്ങൾ പറയാം. നമ്പർ 1, ശ്രദ്ധിച്ചു കേട്ടോണം. ഇനി നമ്മളങ്ങ് തുടങ്ങുക. വേറെ ലെവലിലേക്കാണ് വീഡിയോ പോകുന്നത്. നിങ്ങൾ സ്വപ്നത്തിൽ കാണാത്ത, നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത രഹസ്യങ്ങളിലേക്ക് വരെ വീഡിയോ വരും. ആരുടെ രഹസ്യം? കേട്ടോണം. സിമ്പിളായിട്ടാണ് തുടങ്ങുന്നത്, വേറെ ലെവലിലേക്ക് അങ്ങ് മാറും വീഡിയോ. അപ്പം കേട്ടോണം. ഫസ്റ്റ് നമ്പർ 1 ലക്ഷണങ്ങളാണ് പറയുന്നത്. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. പെട്ടെന്നുണ്ടാകുന്ന മാനസികമായ തകർച്ച. നിങ്ങൾക്ക് പെട്ടെന്നൊരു, അതായത് വലിയ കുഴപ്പമില്ലാതെ പോകുന്ന ഒരാൾക്ക് പെട്ടെന്ന് മാനസികമായിട്ട് തകരുക. മാനസികമായിട്ട് തകരുമ്പോൾ എന്ത് സംഭവിക്കും? കാണുന്നതെല്ലാം ദേഷ്യം, കേൾക്കുന്നതെല്ലാം ദേഷ്യം, ജോലി ചെയ്യണമെന്നില്ല, വീട്ടിലാണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും. മാനസികമായിട്ട് പെട്ടെന്ന് തകർച്ച ഉണ്ടാകുക. എന്നാൽ പെട്ടെന്ന് അതിന് കാരണമൊന്നുമില്ല, പക്ഷെ പെട്ടെന്നൊരു മാനസികമായിട്ടാകെ ഒരു ബുദ്ധിമുട്ട്. ഒന്നാമത്തെ ലക്ഷണം. ഇതിലേതെങ്കിലും ലക്ഷണം ഉണ്ടെങ്കിൽ ശത്രുദോഷം നിങ്ങളെ പിടികൂടിയിട്ടുണ്ടെന്ന് തന്നെയാണ്. അതിന് ഞാൻ പറഞ്ഞുതരാം എന്ത് ചെയ്യണമെന്ന്. അത് ചെയ്താൽ മതി. നല്ല കാര്യമേ പറഞ്ഞു തരത്തുള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പുറകെ പോവുകയും ചെയ്യരുത്. നമ്പർ 2, രണ്ടാമത്തെ ലക്ഷണം. ഇത് എല്ലാ ലക്ഷണവും കൂടെ ഒരാൾക്ക് കാണണമെന്നില്ല, ഏതെങ്കിലും ഒരു ലക്ഷണമോ കണ്ടാലും മതി. പണം പെട്ടെന്ന് നഷ്ടപ്പെടുക. ഉദ്ദേശിക്കാത്ത രീതിയിൽ പണനഷ്ടം ഉണ്ടാകുക, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. അതുപോലെ തന്നെ നമുക്ക് പണം ബ്ലോക്ക് ആകുക, കിട്ടാനുള്ളതെല്ലാം എന്നാന്നറിയത്തില്ല, ബ്ലോക്ക് ആകുക. പെട്ടെന്ന് അതിനൊരു കാരണം നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. പണം നമുക്ക് പലയിടത്തുനിന്നും കിട്ടാനുണ്ട്, പക്ഷെ തരാമെന്ന് പറഞ്ഞവർ പോലും അത് തരാൻ പറ്റാതെ പണം നമുക്ക് ബ്ലോക്കായിട്ട് നിൽക്കുക. രണ്ടാമത്തെ ലക്ഷണം. മൂന്നാമത്തെ ലക്ഷണം, കടം കൊണ്ട് ഒരു രക്ഷയില്ല, എന്ത് ചെയ്തിട്ടും. അത് മൂന്നാമത്തെ ലക്ഷണം. നാലാമത്തെ ലക്ഷണം, ക്ഷേത്രത്തിൽ പോകാൻ പറ്റത്തില്ല, ക്ഷേത്രത്തിൽ പോകാൻ തോന്നത്തില്ല. എന്നാണെങ്കിലും ക്ഷേത്രത്തിൽ പോകണമെന്ന് തോന്നത്തില്ല. കയറെ കെട്ടി വലിച്ചാൽ പോലും പോകണമെന്ന് തോന്നത്തില്ല. പോയാൽ തന്നെ ആ മനസ്സാന്നിധ്യത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അത് നാലാമത്തെ ലക്ഷണം. ഇനി അഞ്ചാമത്തെ ലക്ഷണം, അകാരണമായ ഭയം. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, പക്ഷെ ആവശ്യമില്ലാതെ ഒരു ഭയം, എന്തോ സംഭവിക്കാൻ പോകുന്നുള്ളത്. അതുകൊണ്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, പല പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ഒരു കാര്യവും നടക്കുന്നില്ല.
ഇങ്ങനെയുള്ള ഈ 5 ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ ഉണ്ടെങ്കിൽ ശത്രുദോഷം പിടികൂടിയിട്ടുണ്ട്. നമുക്ക് പണി വന്നിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും അങ്ങനെ ചെയ്തു എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. നമുക്ക് ശത്രുദോഷം, സമയദോഷം നമ്മളെ പിടികൂടിയിട്ടുണ്ട്. അത് ചിലപ്പോൾ മറ്റുള്ളവരുടെ ദുഷ്ടപ്രവർത്തികളോ അവരിൽ നിന്നുള്ള പ്രവർത്തികളോ മറ്റു തരത്തിലുള്ള ദുർശക്തികളുടെ നമ്മളെ ദുഷ്ടശക്തികൾ നമുക്കെതിരെ പ്രവർത്തിക്കുന്നതോ എങ്ങനെ സമയദോഷം എങ്ങനെ വിചാരിച്ചാൽ മതി. എന്താണല്ലോ ഇത് സമയത്തെയാണല്ലോ ബാധിക്കുന്നത്. ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്കിത് വന്ന പണി തിരിച്ചു വിടാം. ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. അതിനെന്താണ് ചെയ്യേണ്ടത്? ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനും പുറകെ പോകരുത്. നല്ല കാര്യങ്ങളുണ്ട്. ആരും പറഞ്ഞു തരാത്ത രഹസ്യമായ വിദ്യകളുണ്ട്. ശ്രദ്ധിച്ചു കേട്ടണം. മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. അറ്റവും മൂലം മുഴുവൻ കാണാതെ ഇത് ചെയ്യരുത് ഈ പറയുന്ന ഒരു കാര്യവും. കാരണം മുഴുവൻ കാണുന്ന അത് കാര്യമുണ്ടെന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഗണപതിക്ക് വെള്ളിയാഴ്ച ചെമ്പരത്തിമാല, കേട്ടോണം, ചെമ്പരത്തിമാല കയ്യിൽ പിടിച്ച് ഓം വിനായകായ നമ, വിനായകരെ പ്രണാമം പ്രാർത്ഥിച്ചു വെക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണേലും. അപ്പം ചിലർ വിചാരിക്കും, ചിലർ ചോദിക്കും, അയ്യോ ഗണപതിക്ക് ചെമ്പരത്തിമാല വെക്കാവോ? വെക്കാമെന്ന് ഞാൻ പറയും. വെച്ചാൽ രക്ഷപ്പെടും, അത്ര തന്നെ. വെച്ചൊരു രക്ഷപ്പെട്ടിട്ടുമുണ്ട്. ക്ലിയർ ആണല്ലോ. വെള്ളിയാഴ്ച രാവിലെ ചെയ്യുക. ചിലർക്ക് ഒരു വെള്ളിയാഴ്ച ചെയ്യുമ്പോൾ തന്നെ മാറ്റം ഉണ്ടായി തുടങ്ങും. നിങ്ങൾ അതുപോലെ കരഞ്ഞ് പ്രാർത്ഥിക്കണം ഗണപതിയോട്. വെച്ച് കഴിഞ്ഞ് പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. രാവിലെ ചെയ്യുക. രാവിലെ വൈകിട്ടോ ചെയ്യുക. വെള്ളിയാഴ്ച തന്നെ ചെയ്യണം. ഇത് സാധിക്കുന്ന പോലെ പറ്റുന്നവർ ആവർത്തിക്കുക. ചിലപ്പം നല്ല രീതിയിലുള്ള ശത്രുദോഷങ്ങളെ, ഈ ശത്രുദോഷത്തിനകത്ത് ഇതെല്ലാം വരും. ദൃഷ്ടിദോഷം, കണ്ണേറെ, ശാപദോഷങ്ങളെ, മറ്റു തരത്തിലുള്ള ദുഷ്ടശക്തികളുടെ നമുക്കെതിരെയുള്ള പ്രവർത്തനങ്ങളെ എല്ലാം വരും ഇതിൻ്റെ അകത്ത്. ശത്രുദോഷം എന്ന് പറഞ്ഞാൽ നമ്മൾക്കെതിരെ വരുന്ന ഏത് കാര്യം അതിനുള്ളിൽ വരും, ശത്രുദോഷത്തിനുള്ളിൽ, കേട്ടോ. അപ്പോൾ ഗണപതിക്ക് ചെമ്പരത്തിമാല അങ്ങോട്ട് കൊടുക്കുക. അത് ആ നിമിഷം തൊട്ട് നിങ്ങൾ ഗണപതിയെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ, ഞാനിപ്പോൾ അമ്പലത്തിൽ വെച്ച് കണ്ട ഒരാൾക്കാണ് സ്ഥലം വിൽക്കാനുള്ള കാര്യം പറഞ്ഞു കൊടുത്ത് അവർക്കത് ഫലമായി എന്ന് കരുതി ഇപ്പം നിങ്ങൾ ചെയ്താൽ ചിലപ്പം ഫലമാകണമെന്ന് നിർബന്ധമില്ല. കാരണം എന്താണ്? വിശ്വാസം വേണം. അവിടെ മനസ്സ് ആ ദേവതയെ ചെല്ലണം. ചെന്നവരെല്ലാം കാര്യം നടന്നിട്ടുണ്ട്. അപ്പോൾ ആ മൊബൈലിൽ ആ അമ്മയുടെ നമ്പറൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ വെറുതെ ഒരു കാര്യം പറഞ്ഞില്ല, സത്യമുള്ള കാര്യമാണ് പറയുന്നത്. അതൊക്കെ നമ്പരൊക്കെ എൻ്റെ ഉണ്ട്. അത് വിശ്വാസം വേണം ഗണപതിയെ. അപ്പം ഞാനത് പറഞ്ഞതേ ഉള്ളൂ, ആ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മൾ ഗണപതിയിലേക്ക് വരികയാണ്. ഗണപതിക്ക് ചെമ്പരത്തിമാലയാണ് വെക്കേണ്ടത്. അപ്പം ഗണപതിയെ വിശ്വസിക്കണം. വിനായക എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. ഓം വിനായകായ നമ, വിനായകരെ പ്രണാമം. നമ്മളുടെ ആവശ്യങ്ങൾ പറയുക, പ്രശ്നങ്ങൾ പറയുക. ഇതെല്ലാം എനിക്കൊരു വഴി കാണിച്ചു തരണം, എന്നെ രക്ഷപ്പെടുത്തണം, തന്നേ പറ്റൂന്ന് മനസ്സുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആ ഗണപതിയെ എന്നുള്ള ചിന്തയെ മനസ്സിൽ കാണാവുള്ളൂ. എന്നിട്ട് ചെമ്പരത്തിമാല നടക്കി വെക്കുക. അത് ചാർത്തുന്ന കണ്ട് തൊഴുതാലും നല്ലതാണ്, അല്ലെ നടക്കി വെക്കുക. വെച്ചു കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കരുത്. ഇത് വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക നല്ലതാണ്. രണ്ടാമത്തെ കാര്യം, ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച രാവിലെ, ഇപ്പം ഭദ്രകാളി ക്ഷേത്രമാണെങ്കിൽ അവിടെ ഗണപതി ഉപപ്രതിഷ്ഠ കൊണ്ട് അവിടെ ചെയ്യാം. ഗണപതി പ്രധാന പ്രതിഷ്ഠ ഇപ്പോൾ ഉള്ളിടം വളരെ കുറച്ച് ക്ഷേത്രങ്ങളല്ലേ ഉള്ളൂ. അപ്പം ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗണപതി ഉപപ്രതിഷ്ഠ കൊണ്ട് അവിടെ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഭദ്രകാളിക്ക് ആദ്യം വഴിപാട് ചെയ്യണം. പ്രധാന പ്രതിഷ്ഠയുള്ള ദേവനോ ദേവിക്ക് വഴിപാട് ചെയ്തിട്ട് ഗണപതി ഉപപ്രതിഷ്ഠ കൊണ്ട് ഗണപതിക്ക് ചെയ്യാവുള്ളൂ, കേട്ടോ. അപ്പം ഭദ്രകാളിക്ക് എന്ത് ചെയ്യണം? വെള്ളിയാഴ്ചകൾ രക്തപുഷ്പാഞ്ജലി, ചുമന്ന പൂക്കൾ കൊണ്ടുള്ള മാല, നെയ്വിളക്ക്, ഇത് ചെയ്യുക. ഇത് രണ്ടാമത്തെ കാര്യം. ഇത് വെള്ളിയാഴ്ചകൾ സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ പക്കനാളിന് ജന്മനക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസം ഭദ്രകാളിക്ക് രാവിലെ കടുംപായുസം, രക്തപുഷ്പാഞ്ജലി, ചുമന്ന പൂക്കൾ കൊണ്ടുള്ള മാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ഒരു നെയ്വിളക്ക്, ഇത്രയും സമർപ്പിക്കുക, പ്രാർത്ഥിക്കുക. ഒരു ശത്രുദോഷം വന്ന വഴിയെ തിരിച്ചു പോകും. നിങ്ങൾ ചെയ്ത് നോക്കിയോ വിശ്വാസത്തോടെ. കാരണം ഇത് ചെയ്ത് വലിയ രീതിയിൽ സമ്പത്ത് ഉണ്ടാക്കി നല്ല നിലയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വലിയ സമ്പത്തിൽ, വലിയ ഉയർച്ചയിൽ, വലിയ രീതി. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ വീഡിയോ കാണുന്ന വലിയ ബിസിനസ്സുകാരുണ്ട്, വലിയ സമ്പന്നരുണ്ട്, വലിയ രീതിയിലുള്ളവരുണ്ട്. അതുപോലെ ചെറിയ രീതിയിൽ തൊഴിൽ ചെയ്തും വലിയ രീതിയിൽ സമ്പന്നരായ എത്രയോ ആളുകളുണ്ട്.
ജീവിതം വലിയ രീതിയിൽ മാറും എന്നുള്ളതാണ്. ഒരു ശത്രുദോഷവും ഏൽക്കത്തില്ല. നമുക്ക് ശത്രുദോഷം വന്നിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ആകെ പ്രശ്നങ്ങളാണ്. പൈസ ഇതുവഴി പോകുന്നൊന്നും അറിയത്തില്ല. ഇതെല്ലാം മാറിക്കിട്ടും. പക്കനാളിന് പിന്നെ ഒരു 3-4 മാസത്തിൽ ഒരിക്കൽ ഈ ചെയ്യുന്ന കൂടെ, ഭദ്രകാളി ചെയ്യുന്നതിൻ്റെ കൂടെ രാവിലെ ഒരു ഗണപതി ഹോമം, വൈകിട്ടൊരു ഭഗവതി സേവയും കൂടെ ഒരു 3 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 4 മാസത്തിലൊരിക്കൽ ഈ പക്കനാൾ ചെയ്യുന്ന വഴിപാടിൻ്റെ കൂടെ രാവിലെ ഒരു ഗണപതി ഹോമവും വൈകിട്ട് ഭഗവതി സേവയും ഒരു 3 മാസത്തിലോ അല്ലെങ്കിൽ 4 മാസത്തിലോ ഒരിക്കൽ നടത്തണം. ഈ പക്കനാൾ ചെയ്യുന്ന വഴിപാടിൻ്റെ കൂടെ അത് ആവർത്തിക്കുക. 3 മാസത്തിലൊരിക്കലോ 4 മാസത്തിലൊരിക്കലോ ഗണപതി ഹോമവും ഭഗവതി സേവയും ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്താൽ മതി. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി ഒരു മന്ത്രമുണ്ട്, അതുകൂടെ അങ്ങ് പറഞ്ഞുതരാം. അതാണ് ബ്രഹ്മാസ്ത്രം. എന്ന് വെച്ചാൽ ശത്രു ദോഷങ്ങൾ എവിടെ ഉണ്ടെങ്കിലും നമുക്കെതിരെ വരുന്ന അതിനെ ഭസ്മീകരിക്കും, അതിനെ ഇല്ലാതാക്കും. അതായത് മഹാഭാരത യുദ്ധത്തില് ഈ മന്ത്രം ഉപയോഗിച്ചിട്ടുള്ളതായിട്ടാണ് ഞാൻ എവിടെയോ ഇത് വായിച്ചിട്ടുണ്ട്. എവിടെയോ വായിച്ചുള്ള ഒരു അറിവാണ്. പക്ഷെ ഈ മന്ത്രത്തിന്റെ ശക്തി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്ത പലരും അനുഭവിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോണം. ഇതിനപ്പുറത്തൊരു വിദ്യയില്ല. ഇതിങ്ങനെയാണ് ജപിക്കേണ്ടത്. യാ ദേവി സർവഭൂതേഷു ബ്രഹ്മരൂപേണ സംസ്ഥിതേ നമസ്തസ്യേ നമസ്തസ്യേ നമോ നമസ്തസ്യേ. ഒരു ശക്തിക്കും ലോകത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാ ദേവിയാണ്, ഭദ്രകാളിയാണ് വിളിക്കുന്നത് ബ്രഹ്മരൂപത്തിൽ. യാ ദേവി സർവഭൂതേഷു ബ്രഹ്മരൂപേണ സംസ്ഥിതേ നമസ്തസ്യേ നമസ്തസ്യേ നമോ നമസ്തസ്യേ. ഈ മന്ത്രം രാവിലെ നിങ്ങൾക്ക് കർപ്പൂരത്തെ തൊട്ട് വാഗൊണ്ട് 3 തവണ ജപിക്കാം. കുളി കഴിഞ്ഞ് വാഗൊണ്ട് 3 തവണ ജപിക്കാം. വൈകിട്ടും വാഗൊണ്ട് 3 തവണ ജപിക്കാം. വേണമെങ്കിൽ ഫ്രീ ആയിരിക്കുമ്പോൾ, സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് മനസ്സിലും ജപിക്കാം. ഈ വാഗൊണ്ട് ജപിക്കണമെന്ന് എടുത്തു പറയുന്നതിന്റെ കാര്യം എന്താണ്? വാഗൊണ്ട് ജപിക്കുമ്പോൾ 2 അനുഭവം ഉണ്ടാകുന്നുണ്ട്. ഒന്ന്, നമ്മൾ ജപിക്കുന്ന അനുഭവം. 2, നമ്മൾ തന്നെ കേൾക്കുന്ന അനുഭവം. 2 അനുഭവം അവിടെ ഉണ്ടാകുന്നുണ്ട്. അതായത് നാദം എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്. ഈ ശബ്ദം നമ്മൾ കേൾക്കുകയാണ്. വാഗൊണ്ട് ജപിക്കുമ്പോൾ നമ്മൾ ജപിക്കുന്ന അനുഭവവും ശബ്ദം, ആ നാദം നമ്മൾ കേൾക്കുമ്പോൾ ആ ഒരു അനുഭവം പെട്ടെന്ന് നമുക്ക് ആ ദേവതയുടെ അനുഗ്രഹം കിട്ടാൻ ഉപകരിക്കും. ഭക്തിയോടെ വാഗൊണ്ട് ജപിക്കുമ്പോൾ ഏതൊരു മന്ത്രവും നമ്മൾ മനസ്സിൽ ജപിക്കുന്നതിന് 10 മടങ്ങ് ശക്തിയുണ്ട്. എങ്കിലും ആദ്യം ജപിച്ചു തുടങ്ങേണ്ടത് വാഗൊണ്ടാണ്. കാരണം ആ ശബ്ദം നമ്മൾ തന്നെ കേൾക്കണം. പിന്നെ നമുക്ക് മനസ്സിൽ ജപിക്കുന്നതിൽ തെറ്റില്ല. ഞാൻ പറഞ്ഞു വീഡിയോ വേറെ ലെവലിലേക്ക് മാറുകയാണ്. ഇനിയും പറയാൻ പോകുന്നത് അതീവ രഹസ്യങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് മുഴുവൻ കാണുന്നത്. നമ്മൾ സിമ്പിളായിട്ട് തുടങ്ങി, ഇനിയും വേറെ ലെവലിലേക്കാണ് മാറുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ അതീവമായി നിങ്ങൾക്ക് കിട്ടാവുന്ന പുണ്യമായ കാര്യങ്ങളാണ് പറഞ്ഞുതരാൻ പോകുന്നത്, നിങ്ങളുടെ ജീവിതം മാറ്റുന്ന. ഇനിയും ഗണപതിക്ക് ചെമ്പരത്തിമാല വെച്ചാലുള്ള ഗുണങ്ങൾ, ശത്രുദോഷം മാറും. ശ്രദ്ധിച്ച് കേട്ടോണം. ശത്രുദോഷം, ഏത് തരത്തിലുള്ള ശത്രുദോഷവും മാറും. ആരെന്തും നമുക്കെതിരെ ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. അത് അതേപടി തിരിച്ചു പോകും. നമ്മുടെ എല്ലാ ശത്രുദോഷങ്ങളും മാറിക്കിട്ടും. പക്ഷെ നമ്മുടെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും. അത്രേ ഉള്ളൂ. അത്ര തന്നെ. നമുക്ക് സുഖമായി ജീവിക്കണം. അത്രേ ഉള്ളൂ. പിന്നെന്താണ്? കേതുവിൻ്റെ, ശ്രദ്ധിച്ചു കേട്ടോണം, കേതുവിൻ്റെ ദോഷങ്ങൾ മാറിക്കിട്ടും ഗണപതിക്ക് ഈ വഴിപാട് ചെയ്യുന്നതിലൂടെ. ഗണപതി പ്രീതി ഉണ്ടാകുന്നതിലൂടെ, ഈ ചെമ്പരത്തിമാല വെക്കുന്നതിലൂടെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതിലൂടെ കേതുവിൻ്റെ ദോഷങ്ങൾ മാറും. അതെന്താ കേതുവിന് ഇത്ര പ്രത്യേകത? പറഞ്ഞുതരാം. കേതുവിനെ കൊണ്ട് ഒരുപാട് രഹസ്യമായ കാര്യങ്ങളുണ്ട്. കുറച്ച് ഞാൻ പറഞ്ഞുതരാം. അതായത് പണം വരുന്നുണ്ട്, ഇതെങ്ങോട്ടാ പോകുന്നതെന്ന് അറിയത്തില്ല. ഇങ്ങനൊരവസ്ഥ വരിക. അവിടെ കേതു നമ്മളുടെ ജാതകത്തിൽ ദോഷമായിട്ടായിരിക്കും നിൽക്കുന്നത്. കേതു പുകമറയാണ്. കേതുവിനെ കുറിച്ച് ചിന്തിക്കുന്നത് പുകമറ, അവ്യക്തതയാ. കേതു മോശമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നിനെ കാരണം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ തൊഴിൽ നഷ്ടം ഉണ്ടാകുന്നു, സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നു. ഇതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കേതു ദോഷമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായാലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. നേരെ ഒരു വഴിപാട് ചെയ്യാൻ പോലും ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നറിയാൻ പറ്റുന്നില്ല. കേതു ജാതകത്തിൽ ദോഷമായി നിന്ന് കഴിഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റത്തില്ല. ആശയക്കുഴപ്പങ്ങളായിരിക്കും കേതു ജാതകത്തിൽ ദോഷമായി നിന്ന് കഴിഞ്ഞാൽ. പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന
തകർച്ചകൾ, അതുപോലെ ആയുധം കൊണ്ടുണ്ടാകുന്ന മുറിവുകൾ, ഇതൊക്കെ കേതുവിനെ കൊണ്ട് ചിന്തിക്കാം. കേതു മോശമായി ജാതകത്തിൽ കേതു പിഴച്ചു നിന്ന് കഴിഞ്ഞാൽ ഒരു വിഷാദം, ഒരു വല്ലാത്ത വിഷാദം, ഏകാന്തത, വിട്ടുമാറാത്ത പ്രശ്നങ്ങൾ. ശ്രദ്ധിച്ച് കേട്ടോണം ആ ഒരു വരി, വിട്ടുമാറാത്ത പ്രശ്നങ്ങൾ എന്ത് ചെയ്തിട്ടും. ഇത് ജാതകത്തിൽ കേതു പിഴച്ചു നിന്നാൽ ഉണ്ടാകാം. കാരണം ഈ കേതുവിലൂടെ ഞാൻ കുറെ ഗവേഷണം ചെയ്തിട്ടുണ്ട്. അത് കേതുവിനെ കുറിച്ച് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഗണപതിക്ക് ഈ വഴിപാട് ചെയ്യുന്നത് കേതുവിന്റെ ദോഷങ്ങൾ മാറും. ഇനിയും നമ്മൾ മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെടുക, കേതു മോശമായിട്ട് വന്നാൽ അതും സംഭവിക്കാം. തൊഴിൽ അവസരങ്ങൾ നഷ്ടപ്പെടുക, എന്ത് ചെയ്തിട്ടും ഒരു കരക്കയറ്റമില്ലാതെ വരിക, അപവാദങ്ങൾ കേൾക്കുക. ശ്രദ്ധിച്ചു കേട്ടോണം, നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ അപവാദങ്ങൾ കേൾക്കുക. എന്നാൽ ഇത് ആരാ പറയുന്നത്, എന്തിനാ പറയുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കേതു ജാതകത്തിൽ മോശമായി നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ഗണപതിക്ക് വഴിപാട് ചെയ്യുന്നതിലൂടെ മാറിക്കിട്ടും എന്നുള്ളതാണ്. എന്താണ്? ചെമ്പരത്തിമാല. ശ്രദ്ധിച്ചു കേട്ടോണം. ഇനിയും കേതുവിന്റെ കുറെ രഹസ്യങ്ങൾ വേറെ ഉണ്ട്. ഞാനത് വിസ്താര ഭയത്താൽ ചുരുക്കുന്നത് പറയുന്നില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇനി ചൊവ്വയുടെ ജാതകത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഗണപതി പ്രീതി ഉണ്ടായാൽ അത് മാറും. കാരണം ചൊവ്വ എന്ന് വെച്ചാൽ പലപ്പോഴും ചൊവ്വ സാമ്പത്തിക തകർച്ച ഉണ്ടാക്കാം, തൊഴിൽ തകർച്ച ഉണ്ടാക്കാം, ഭൂമിപരമായ കേസ് വഴക്ക്. ചൊവ്വ ദോഷമായിട്ട് നിന്നാൽ ചൊവ്വ നമ്മുടെ ആ വീട്, ഭൂമി, സ്വത്ത്, ഇതിൻ്റെയൊക്കെ ഒരു ചൊവ്വ അനുകൂലമായിരിക്കണം. ദോഷമായിട്ട് നിന്ന് കഴിഞ്ഞാൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകാം, വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകാം. ഇതും ഗണപതിക്ക് വഴിപാട് ചെയ്യുമ്പോൾ മാറും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കാർത്തിക, മൂലം, പൂരം, രേവതി തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ച്, DNA ആസ്ട്രോളജി അനുസരിച്ച് ചൊവ്വ കർമ്മയുള്ള നക്ഷത്രങ്ങളാണ്. ഇതിലേതെങ്കിലും ഒരു നക്ഷത്രം ഒരു വീട്ടിൽ ഉണ്ട് എങ്കിലും ആ ചൊവ്വയുടെ ഒരു സ്വാധീനം, ചൊവ്വയുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. ആ നക്ഷത്രക്കാരന് പല പല പ്രശ്നങ്ങളും ഉണ്ടാകാം, കലഹം, വഴക്ക്, പ്രശ്നങ്ങളെ ഒക്കെ ഉണ്ടാകാം. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണം നിർബന്ധമില്ല. ജനിച്ച സമയം അനുസരിച്ച് ഇതിലെല്ലാം മാറ്റം വരും കേട്ടോ, അതുകൂടെ മനസ്സിലാക്കുക. പൊതുവായിട്ട് പറയുന്നതാണ്. പിന്നെ ഒരാളുടെ ജാതകത്തിൽ ചൊവ്വ പിഴച്ചു തന്നു കഴിഞ്ഞാൽ ഉണ്ടാകാം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചൊവ്വ പിഴച്ചു നിന്നാൽ ചൊവ്വ ദശയിൽ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത്ര നല്ലതല്ല, പണം നഷ്ടപ്പെടാം. അത് ഞാൻ പറയുന്ന പലർക്കും ഉപകാരപ്പെട്ടിട്ടുമുണ്ട്. പൈസ മുടങ്ങിയാൽ നഷ്ടപ്പെടാം. ചൊവ്വ ദശയിൽ ചൊവ്വ പിഴച്ചു തന്നു കഴിഞ്ഞാൽ ജാതകത്തിൽ ഇതെല്ലാം ഇത്രയും കാര്യങ്ങളെല്ലാം ഗണപതിക്ക് വഴിപാട് ചെയ്യുന്ന ഗണപതി പ്രീതി ഉണ്ടാകുന്നതോടെ മാറിക്കിട്ടും എന്നുള്ളതാണ്. ഐശ്വര്യം ഉണ്ടാകും, ജീവിതം മാറും, യാതൊരു സംശയം വേണ്ട. ഒരു ചെമ്പരത്തിമാലയ്ക്ക് ഞങ്ങളുടെ ഇവിടെ പായിപ്പാട് പുത്തങ്കാമ്പലത്തിൽ 10 രൂപയാണ്. ഇനിയും ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഇതുപോലെ വിൽക്കുന്നിടത്ത് കൂടുതൽ മേടിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു ചെമ്പരത്തിമാല കെട്ടിക്കൊണ്ടങ്ങ് പോവുക. പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മളെ ആരും ചൂഷണം ചെയ്യാൻ നിന്ന് കൊടുക്കരുത്. കാരണം പലയിടത്തും ചിലർ അന്യായമായി മേടിക്കുന്നതൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേൾക്കാറുണ്ട്. 10 രൂപയാണ് പായിപ്പാട് പുത്തങ്കാലമ്പലത്തിൽ ഞാൻ വെക്കുന്നത്. അപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് ചെമ്പരത്തിമാല കെട്ടിക്കൊണ്ട് പോവുക, അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഇനി അതല്ല ന്യായമായിട്ടുള്ള തുകയാണെങ്കിൽ ആ മാല കിട്ടുന്നവരോട് മേടിക്കാം, അതിൻ്റെ അത് യാതൊരു തെറ്റുമില്ല. 10 അല്ല 20 ആയിക്കോട്ടെ, ന്യായം. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഇനിയും പറയാൻ പോകുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യകാര്യമാണ് പറയാൻ പോകുന്നത്. മുരുകന്റെ ചില രഹസ്യങ്ങളാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് ലോക നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്, എൻ്റെ യാതൊരു സ്വാർത്ഥതയ്ക്കും വേണ്ടിയല്ല. ഇത് അറിയുന്നവനെ, ഇത് കേൾക്കുന്നവന്റെ ജന്മം തന്നെ രക്ഷപ്പെടും. അതുകൊണ്ട് ആ വീഡിയോ വേറെ ലെവലിലേക്ക് ആകാൻ പോവാ. ഇത് ഞാൻ പറഞ്ഞ വേറെ ലെവലിലേക്കായി. കേതുവിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ വീഡിയോ വേറെ ലെവലിലാണ്. ഇനിയും മുരുകന്റെ ഇത് കേൾക്കുന്നവന്റെ, ഇത് അറിയുന്നവന്റെ ജീവിതം, ഈ ശബ്ദം, ഈ മുരുകനെ കുറിച്ച് കേൾക്കുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും. മുരുകൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു കേട്ടോണം, പരമമായ അവസ്ഥ. ആ അവസ്ഥ 3 തരമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അത് സന്യാസിമാരെ, ഋഷിമാരെ, മഹർഷിമാരെ, യോഗിമാരെ, സിദ്ധന്മാരെ ഒക്കെ അറിയുന്നതാ. നിങ്ങൾ അതറിയണ്ട. പക്ഷെ ഞാൻ മറ്റു ചില രഹസ്യങ്ങൾ പറഞ്ഞുതരാം. അത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറും. അത് കേൾക്കുമ്പോൾ തന്നെ. മുരുകനെ സ്കന്ദൻ എന്ന് അറിയപ്പെടുന്നു. സ്കന്ദൻ എന്നറിയപ്പെടുന്നതിന്റെ രഹസ്യം പറഞ്ഞുതരാം. നിങ്ങളുടെ ഉള്ളിലെ ഒളി, പ്രകാശം ആണ് മുരുകൻ. അപ്പോൾ ഈ നമ്മുടെ ഉള്ളിലെ പ്രകാശം എന്ന് പറഞ്ഞതിനകത്ത് എന്താ ഇത്ര പ്രത്യേകത ഉണ്ട്? അവനവന്റെ ഉള്ളിലെ പ്രകാശം എന്ന് പറഞ്ഞാൽ അത് അവനവന്റെ ഉള്ളിലെ ആ എനർജി,
പ്രകാശം എന്ന് വെച്ചാൽ ആ എനർജി നമ്മുടെ ഉള്ളില്, ആ എനർജി എന്ന് വെച്ചാൽ ആ ഉള്ളിലെ ആ പ്രകാശത്തെയാണ് സിദ്ധന്മാരും മഹർഷിമാരും ഒക്കെ ധ്യാനിച്ച് ഈശ്വരനായി തീർന്നത്. നിങ്ങളിപ്പോൾ അങ്ങനൊന്നും ആകണമെന്നോ ആകുമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ മുരുകനെ കുറിച്ച് ഇത് കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം കിട്ടും. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറും. സമ്പത്ത്, ഐശ്വര്യം, ഉയർച്ച, ഭൂമി, വീട് എല്ലാം ഉണ്ടായി വരും. പുണ്യമായ കാര്യങ്ങളാണ്. അപ്പം ആ ഒളി, നിന്റെ ഉള്ളിലെ ആ ചൈതന്യമാണ്, ആ പ്രകാശമാണ് മുരുകൻ. അതുകൊണ്ടാണ് സ്കന്ദൻ എന്നറിയപ്പെടുന്നത്. പിന്നെ മുരുകന്റെ മയിൽ എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമുണ്ട്. അത് ശ്വാസമാണ്, ശ്വാസത്തെയാണ്. അതായത് നിന്റെ ഉള്ളിലെ ശ്വാസഗതി തന്നെയാണ് ആ മയിലിനെ കൊണ്ട് ചിന്തിക്കേണ്ടത്. അതിന്റെ ഒരു രഹസ്യവശമായി പറഞ്ഞിരുന്നത്. മയിലിന്റെ ഒരു രഹസ്യമായ അറിവായി പറഞ്ഞത് രഹസ്യവശം. മയിൽ എന്ന് വെച്ചാൽ ശ്വാസം ചിന്തിക്കണം. പാമ്പ് എന്ത് ചിന്തിക്കണം? കുണ്ടലിനി ചിന്തിക്കണം. കുണ്ടലിനി ശക്തി. കുണ്ടലിനി ശക്തി എന്ന് പറയുമ്പോൾ അവിടെ മറ്റൊരു കാര്യങ്ങളുണ്ട്. നമ്മുടെ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ആ കുണ്ടലിനി ശക്തിയുണ്ട്. സഹസ്രാരത്തിൽ ആ കുണ്ടലിനി ശക്തി ചെല്ലുന്ന അവസ്ഥയുണ്ട്. അതിന് മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനിയെ കീഴ്പാമ്പെന്ന് പറയും. സഹസ്രാരത്തിൽ ചെല്ലുന്ന കുണ്ടലിനിയെ മേൽപാമ്പെന്ന് പറയും. അപ്പൊ ഈ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന, നട്ടലിന്റെ ഏറ്റവും താഴ്ഭാഗത്ത് ഉറങ്ങിക്കിടക്കുന്ന ആ കുണ്ടലിനിയെ കീഴ്പാമ്പെന്ന് പറയുന്നു. അതിന് വിഷമുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോണം. ഞാൻ പറഞ്ഞു മഹാരഹസ്യങ്ങളിലേക്കാണ് പോകുന്നത്. പക്ഷെ കേൾക്കുന്ന പുണ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ടാകും. അപ്പം മൂലാധാരത്തിൽ കിടക്കുന്ന കീഴ്പാമ്പ് കുണ്ടലിനിക്ക് വിഷമുണ്ട്. എന്ന് വെച്ചാൽ മൂലാധാരത്തിലാണ് നമ്മളുടെ ദുർവാസനകൾ, നമ്മുടെ നിരാശ, വിഷമം, പിന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്നുള്ള ചിന്ത, മറ്റുള്ളവരോട് പാര വെക്കണമെന്നുള്ള ചിന്ത, ഇതെല്ലാം മൂലാധാരത്തിലാണ് ഉറങ്ങിക്കിടക്കുന്നത്. അതിനെയാണ് വിഷം എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വിഷമല്ല കേട്ടോ. ഇനിയും സഹസ്രാരത്തിൽ കുണ്ടലിനി ശക്തി എത്തുന്നു. അതാണ് മേൽപ്പാമ്പ്. അപ്പൊ അവിടെ സഹസ്രാരത്തിൽ എത്തുന്ന കുണ്ടലിനി ശക്തി എന്ന് പറഞ്ഞാൽ ആ പാമ്പിന്റെ തലയിൽ രത്നം എന്ന് വെച്ചാൽ അതാണ് പരമമായ അവസ്ഥ. മനസ്സിലായോ? അത്രയും മനസ്സിലാക്കുക മുരുകന്റെ രഹസ്യങ്ങളാണ്. മുരുകന്റെ കൂടെ എന്തുണ്ട്? പാമ്പുണ്ട്, മയിലുണ്ട്. അതിൻ്റെയൊക്കെ ചില രഹസ്യങ്ങളെ പറഞ്ഞിരുന്നത്. ഇനിയും മുരുകനെ ഗുഹൻ എന്നറിയപ്പെടുന്നു. എന്ന് വെച്ചാൽ ഗുഹൻ എന്ന് വെച്ചാൽ നമ്മളുടെ ഹൃദയ ഗുഹയിൽ വസിക്കുന്നവൻ എന്നാണ്. അത് അറിയുന്നത് തന്നെ പുണ്യമാണ്. അത് അറിഞ്ഞാൽ തന്നെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടും. നമ്മുടെ മനസ്സ് ശുദ്ധമാകും. പാപങ്ങളൊക്കെ മാറാനും ഭഗവാൻ വഴി കാണിച്ചു വരും. മുരുകനെ ഗുഹൻ എന്നറിയപ്പെടും. നമ്മുടെ ഹൃദയ ഗുഹയിൽ ഭഗവാൻ വസിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ മുരുകനെ ശരവണൻ എന്നറിയപ്പെടുന്നു. ശരവണൻ, ശരം ശ്വാസത്തെ വളച്ചവൻ, ശ്വാസത്തെ കീഴ്പ്പെടുത്തിയവൻ, ശരവണൻ. ശ്വാസം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ. അതുകൊണ്ട് മുരുകനെ ശരവണൻ എന്നറിയപ്പെടുന്നു. പിന്നെ 82,000 നാഡികളിലും നമ്മുടെ ശരീരത്ത് ഓടുന്ന അതിൻ്റെ അധിപൻ മുരുകനാണ്. അതുകൊണ്ടാണ് ദേവസൈന്യാധിപൻ എന്ന് മുരുകനെ അറിയപ്പെടുന്നത്. ദേവസൈന്യാധിപൻ എന്ന് മുരുകനെ അറിയപ്പെടുന്നു. അതുപോലെ മുരുകന്റെ വേൽ എന്ന് പറഞ്ഞാൽ കുണ്ടലിനി ശക്തി തന്നെയാണ് എന്നറിയുക. ഇപ്പം ഇത്രയും രഹസ്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു. ഭഗവാനോട് നന്ദി പറയുക. ഇതൊക്കെ കേൾക്കാനും അറിയാനും സാധിച്ചു തരാം. ഇനിയും സഹസ്രനാമത്തിന് ചില രഹസ്യങ്ങൾ പറഞ്ഞുതരാം. പലരും എന്നോട് വാട്സപ്പിൽ പറയുന്നുണ്ട് സഹസ്രനാമത്തിന്റെ എന്തെങ്കിലും രഹസ്യങ്ങൾ ഒന്ന് പറഞ്ഞു തരണം. സഹസ്രനാമം ശിവന്റെ ആയിക്കോട്ടെ, മുരുകന്റെ ആയിക്കോട്ടെ, ഏത് ദേവതയുടെ ആയിക്കോട്ടെ, ദേവിയുടെ ആയിക്കോട്ടെ, സഹസ്രനാമം ജപിക്കുന്ന ഏറ്റവും നല്ലതാണ്. പക്ഷെ അത് ജപിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞ് ജപിക്കുകയാണെങ്കിൽ അപാരമായ അനുഗ്രഹം കിട്ടും. എന്താണത്? സഹസ്രനാമം എന്ന് വെച്ചാൽ എത്ര? സഹസ്രം 1000 നാമങ്ങളാണ് ആ ദേവതയുടെ. ഇതിൽ ഓരോ നാമങ്ങളും കഴിയുമ്പോൾ ഒരു ഗ്യാപ്പുണ്ട്, ഒരു ചെറിയ ഗ്യാപ്പുണ്ട്. ആ ചെറിയ ഗ്യാപ്പിൻ്റെ ചെറിയ ഗ്യാപ്പാണ് ഈശ്വരൻ. അതായത് ഓരോ നാമങ്ങളും ജപിച്ചു കഴിഞ്ഞ് ചെറിയൊരു ഗ്യാപ്പ് ഇടണം. ആ ഗ്യാപ്പിൻ്റെ ഇടയിൽ നമ്മുടെ മനസ്സ് ആ ഉള്ളിലേക്ക് പോകണം. അങ്ങനെ നിങ്ങൾ സഹസ്രനാമം ജപിച്ചാൽ നിങ്ങൾ ഈശ്വരനെ അറിഞ്ഞു. അല്ലാതെ എത്ര ജപിച്ചാലും അറിയണം നിർബന്ധമൊന്നുമില്ല. അത് യാന്ത്രികമാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നതിന് ഫലം കിട്ടും. പക്ഷേ എങ്കിലും നിങ്ങളുടെ അപാരമായ ദൈവാനുഗ്രഹവും ആ ദൈവ അനുഭവം ഉണ്ടാവും. ഓരോ നാമത്തിനും ഇടയിൽ ഒരു ചെറിയ ഇടവേള ഇട്ട്, എന്നുവെച്ചാൽ സെക്കൻഡുകൾ ഇടവേള, അതിനുള്ളിൽ മനസ്സൊന്ന് അകത്തേക്ക് ശ്രദ്ധിക്കണം, കണ്ണു തുറന്ന് തന്നെ. ഈ 1000 നാമം കഴിയുമ്പോഴത്തേനും നിങ്ങളിൽ ആ ദേവത പ്രസാദിച്ചിരിക്കും. ഒരു സംശയം വേണ്ട. ഈ ചില നക്ഷത്രക്കാര്, അതായത് അശ്വതി, ഭരണി,
മകയിരം, തിരുവാതിര, മൂലം, പൂരാടം, അത്തം, ചിത്തിര, അവിട്ടം, ചതയം ഈ നക്ഷത്രക്കാർ ഒരു 5-6 മാസത്തേക്കെങ്കിലും വണ്ടിയൊക്കെ ഓടിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. എന്ന് വെച്ചാൽ പേടിക്കേണ്ട കാര്യങ്ങളില്ല, ഒരു കുഴപ്പമില്ല. നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. വണ്ടിയുടെ കണ്ടീഷൻ, വണ്ടിയുടെ ബ്രേക്ക്, പിന്നെ നമ്മൾ ശ്രദ്ധിച്ച് ഓടിക്കുക. എന്ന് വെച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന ചില തട്ടോ മുട്ടോ അപകടങ്ങളോ ചിലപ്പോൾ ഉണ്ടാകാൻ ചെറിയ സാധ്യത ഉണ്ടാവണം, നിർബന്ധമൊന്നുമില്ല. അത് ഒഴിവാക്കാൻ പറ്റും. നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കുഴപ്പമില്ല. ശ്രദ്ധിക്കുന്ന നല്ലതാണ്, നിങ്ങൾക്ക് ഗുണം ചെയ്യും. അതിനുവേണ്ടി അല്ലാതെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ശ്രദ്ധിച്ചാൽ മതി. ഓടിക്കരുതെന്ന് ഒന്നുമല്ല എൻ്റെ അർത്ഥം. ശ്രദ്ധിച്ച് സാധാരണ കൂടുതലൊന്നും ശ്രദ്ധിക്കുക, അതുകൊണ്ട് ഗുണം ഉണ്ടാകത്തുള്ളൂ കേട്ടോ, നല്ലതായിരിക്കും. ഈ ചില മാസങ്ങളിൽ ജനിക്കുന്നവർക്ക് ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഓഗസ്റ്റ് മാസം അവസാനത്തെ 15 ദിവസം, ഓഗസ്റ്റ് മാസം അവസാനത്തെ, അതായത് 15-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ജനിക്കുന്നവര്, അതുപോലെ ഡിസംബർ മാസം അവസാന 15 ദിവസം ആ സമയത്ത് ജനിക്കുന്നവരെ, മാർച്ച് മാസം ആദ്യത്തെ 15 ദിവസം അതിനുള്ളിൽ ജനിക്കുന്നവരെ, അതിൽ ജനിക്കുന്നവരെ, അതുപോലെ തന്നെ മെയ് മാസം അവസാനത്തെ 15 ദിവസം അതിൽ ജനിക്കുന്നവരെ ഒക്കെ ചില കാര്യങ്ങളുണ്ട്. അതായത് കൂട്ടുകെട്ടുകളിൽ ശ്രദ്ധിക്കാൻ നല്ലതാണ്. തെറ്റായ സാഹചര്യങ്ങളിൽ പോയി ചാടാനുള്ള സാധ്യത കൂടുതലാണ്, മറ്റുള്ളവരെക്കാൾ കൂടുതലാണ്. കൂട്ടുകെട്ടുകളിൽ ശ്രദ്ധിക്കണം. അവരേത് വ്യക്തികളുമായിട്ട് സമ്പർക്കം ചെയ്താലും ആരെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കരുത്. സ്വന്തം ബുദ്ധിയെ വിശ്വസിക്കുക. മനസ്സിലായില്ലേ? ആരെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ആരോടും പിണക്കം എല്ലാവരോടും പിണങ്ങണമെന്നോ എല്ലാവരും മോശക്കാരാണെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ആപത്തുകളിൽ പോയി ചാടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ശ്രദ്ധിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. വാഹനങ്ങൾ അങ്ങനെയുള്ള കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. തട്ടിപ്പുകളിൽ പോയി ചാടാതെ ശ്രദ്ധിക്കണം. കൂട്ടുകെട്ടുകളെ, അതുപോലെ എല്ലാ കാര്യങ്ങളും. പിന്നെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതെയും തെറ്റായ വഴികളിൽ പോകാതെയും ശ്രദ്ധിക്കണം. പലപ്പോഴും തെറ്റായ ചില ചിന്തകൾ ഉണ്ടാകാം, തെറ്റായ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നാം. അങ്ങനെ വഴികളൊന്നും പോകരുത്. പോയാൽ വലിയ നഷ്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. ഞാനിത് എത്രയോ 10,000-കണക്കിന് ആളുകളുടെ കൈരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില, ഇതൊക്കെ അനുഭവങ്ങൾ, ജീവിതം കണ്ട അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ ഡിസംബർ 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള വലിയ കുഴപ്പമില്ല. പക്ഷെ 15-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ ജനിക്കുന്നവർ, അത് ഈ വർഷം ആയിക്കോട്ടെ, അവരോട് ചില കൂട്ടുകെട്ടുകൾ ഇങ്ങോട്ട് വരാം, ചില വ്യക്തികൾ ഇങ്ങോട്ട് വരാം. ഇത് ഞാൻ ഈ പറഞ്ഞ എല്ലാ മാസം, ഈ കുറച്ച് മാസം പറഞ്ഞല്ലോ, ശ്രദ്ധിക്കാൻ നല്ലതാണ്. ശ്രദ്ധിച്ചാൽ മതി. എന്ന് വെച്ചാൽ എല്ലാവർക്കും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നല്ല പറഞ്ഞ്, ഓരോരുത്തരും ജനിച്ച സമയവും ഒക്കെ അനുസരിച്ച് വ്യത്യാസം വരും. പക്ഷെ ഇത് പൊതുവായിട്ട് പറഞ്ഞെന്നുള്ളൂ, എങ്കിലും ശ്രദ്ധിക്കാൻ നല്ലതാണ്. അതിന് ഏറ്റവും ചെയ്യേണ്ട കാര്യം, മാസത്തിലൊന്ന് ഗുരുവായൂരോ അമ്പലപ്പുഴയോ അങ്ങനെയുള്ള ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ പോകണം. പത്മനാഭസ്വാമി ക്ഷേത്രമോ ആറന്മുളയോ അങ്ങനെ ഏതെങ്കിലും കൃഷ്ണന്റെ ചൈതന്യം കൂടി ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോവുക. ഭദ്രകാളിയുടെ ചോറ്റാനിക്കരയോ അതുപോലെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോവുക. പിന്നെ വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് ചുമന്ന പൂക്കൾ കൊണ്ടുള്ള മാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, കടുംബായുസം, ഒരു നെയ്വിളക്ക് സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. പക്കനാൾ രാവിലെ ഒരു ഗണപതി ഹോമം, വൈകിട്ട് ഭഗവതി സേവനം കൊടുക്കുക. ഈ പറഞ്ഞ രക്തപുഷ്പാഞ്ജലി, ചുമന്ന പൂക്കൾ, പക്കനാള് രക്തപുഷ്പാഞ്ജലി കൊടുക്കണം. രക്തപുഷ്പാഞ്ജലിയും ചുമന്ന പൂക്കൾക്കുള്ള മാലയും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി രാവിലെ കൊടുക്കുക. പിന്നെ രാവിലെ ഒരു ഗണപതി ഹോമം, വൈകിട്ട് ഭഗവതി സേവ കൊടുക്കുക. ഇത് പക്കനാൾ തോറും സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. ഇനിയിപ്പോൾ എല്ലാ പക്കനാളിലും ഗണപതി ഹോമം, ഭഗവതി സേവം ചെയ്യേണ്ടത് 3-4 മാസത്തിലൊന്ന് ചെയ്താൽ മതി. ബാക്കിയൊക്കെ ആവർത്തിക്കണം. ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. ഇതൊക്കെ അനുഭവങ്ങളിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. കൃത്യമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്തവർക്കൊക്കെ അതിന്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഇപ്പൊ ഞാൻ കേതുവിന്റെ കാര്യം തന്നെ പറഞ്ഞു. ഈ കേതു ജാതകത്തിലെ ഏതു ഭാവത്തിൽ നിന്നാലും ആ ഭാവവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാകാം. ചിലപ്പോൾ മനസ്സിലാകും, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേതു ഗുണങ്ങളും ധാരാളം തരുന്ന ഗ്രഹമാണ്. കേതുവിനെ കൊണ്ട് ആത്മീയമായും പല കാര്യങ്ങളും ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്ക് പ്രതികൂലമായ ഏതെങ്കിലും കാര്യങ്ങൾ
ഒരു പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ളതാണ്. എന്നുവെച്ചാൽ കേതു ഗുണപരമായിട്ട് നിന്നാൽ നല്ല ഐശ്വര്യങ്ങളും ഉണ്ടാകും, അത് വേറെ കാര്യം. പക്ഷേ കേതു എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഗ്രഹമാണ്. അനിഷ്ടപ്രദനായിട്ട് നിന്നാൽ നമുക്ക് കാരണം പിടികിട്ടത്തില്ല, നമ്മൾ വിട്ടുമാറാത്ത പ്രശ്നങ്ങളായിരിക്കും പലതും. അനിഷ്ടപ്രദനായിട്ട് നിന്നാൽ അതിന് ഗണപതിക്ക് ചെയ്താൽ മതി. ഗണപതിക്കും ഭദ്രകാളിക്കും പറഞ്ഞു തന്നുള്ളൂ. പിന്നെ ഭദ്രകാളിയുടെ രഹസ്യ ആ മന്ത്രം പറഞ്ഞു തന്നു. ഇതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. എല്ലാവരും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഈ സത്യസന്ധമായി ഈ ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ, അല്ല ജീവിതത്തിൽ രക്ഷപ്പെടുന്ന കാര്യങ്ങളെല്ലാം പറയുന്നത് നല്ല കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്തായാലും കാണുന്നവർക്ക് അവരുടെ ജീവിതം മാറട്ടെ. കാരണം ആളുകൾക്ക് നല്ല കാര്യങ്ങൾ പലപ്പോഴും പറയുമ്പോൾ അത് അറിയാറില്ല, അല്ലെ അറിയാൻ ശ്രമിക്കാറില്ല. എന്തായാലും കാണുന്നവർക്ക് അതിൻ്റെ ഗുണം ഉണ്ടാകും, നല്ല കാര്യങ്ങളാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നർപ്പവി നർപ്പവി നർപ്പവി. ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത്. ഓം നർപ്പവി നർപ്പവി നർപ്പവി. അത് വെറുതെ ആകത്തില്ല, അവരുടെ എല്ലാം ജീവിതം ഗുണപ്പെടും, സംശയം വേണ്ട. ശിവോഹം. ശിവശിവ. മുരുക.